19-ാം നൂറ്റാണ്ടിലാണ് ആര് കയറി വരുന്നത്? ബ്രിട്ടീഷുകാർ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് 16-ാം നൂറ്റാണ്ടിൽ വലിയ ദുരന്തം ഉണ്ടായിരുന്നു. പക്ഷേ ദുരന്തം കരുത്തുള്ള നേതാക്കളുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനത്തെ നേതാക്കൾ ഉണ്ടായില്ല. അത് ഡയറക്ഷൻ തെറ്റിയ സമരങ്ങളാണ് നടന്നത്. അതിന്റെ ദുരന്തം മുഴുവനും മലബാർ അനുഭവിച്ചു. ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് മരിച്ചാൽ മതി, പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? പുരുഷന്മാരെ കൊന്നു, പുരുഷന്മാരെ ഇല്ലാതെയായി, കുട്ടികളുണ്ടായി. ഈ കുട്ടികളെ പോറ്റാൻ ഒരു വഴിയില്ല. ഒരു പെണ്ണിന് അക്കാലത്ത് പെണ്ണുങ്ങളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഞ്ഞി വെച്ച് കൊടുക്കുക, ചോറ് വെച്ച് കൊടുക്കുക, അത്ര തന്നെ. ബാക്കിയൊന്നും അവർക്ക് അറിയില്ല. ആ ആണുങ്ങളെയാണ് ബ്രിട്ടീഷുകാർ കൊന്നത്. 921 KP ഹാജി എന്നൊരാളുണ്ട്. അദ്ദേഹം മഞ്ചേരിക്കാരനാണ്. പിന്നെ അദ്ദേഹം ഗൂഡല്ലൂർ പോയി സെറ്റിലായി. അദ്ദേഹം എൻ്റെ ഒരു വയസ്സായ ആളാണ്. പക്ഷെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം നടന്ന് കയറിയതാ. പട്ടിണി കാരണം നടന്ന് മഞ്ചേരിക്കാരനായി അദ്ദേഹം നടന്ന് കയറി ഗൂഡല്ലൂർ പോയി ഒരു സാമ്രാജ്യമൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനെ ഗൂഡല്ലൂർ എത്തിക്കാനൊരു പ്രസിഡന്റായിരുന്നു, മരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു 21 തിരൂരങ്ങാടി പള്ളിക്ക് വെടിവെച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന മാപ്പിളമാർ മുഴുവൻ തിരുവങ്ങാടിയിലേക്ക് ഓടി. അതിൽ 90% തിരിച്ചു വന്നില്ല. 90% തിരിച്ചു വന്നിട്ടില്ല. ഒന്നിരിക്കൽ കൊന്നു, അല്ലെങ്കിൽ അവരെ നാടടത്തി, അല്ലെങ്കിൽ ജയിലടച്ചു. 90% തിരിച്ചു വന്നില്ല. എല്ലാവരും ഓടി. ഈ വീടുകളൊക്കെ മലപ്പുറം, പൂക്കോട്ടൂര്, വള്ളുവങ്ങാട്, പാണ്ടിക്കാട്, മഞ്ചേരി, തിരൂര് ഭാഗങ്ങളിലൊക്കെയുള്ള പെണ്ണുങ്ങൾ മാത്രമുള്ള വീടുകൾ. അവിടെയാണ് പിന്നീട് എന്തുണ്ടായതെന്നറിയാം. പിന്നെ ഈ മക്കളൊക്കെ ചിച്ചവിച്ച് അവർ അമ്മാനെയും കൊണ്ട് നാടുവിടുക, പെങ്ങന്മാരും ഉമ്മാനെയും കൊണ്ട് നാടുവിടുക. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് പോലും ഇന്നിനി പരിശോധിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ആ രൂപത്തിലുള്ള ദുരന്തങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്.